ആ ഞാൻ ഒരു ആനനെ കാണിച്ചിട്ടെ നിങ്ങൾക്ക്. ഇത് നമ്മളെ ചങ്ങായിൻ്റെ ആനയെ ഇപ്പോൾ താർപ്പായിട്ട് പൊത്തിയിട്ടേ ഉള്ളത് ആന. ഇതാ കണ്ടോ, ഇത് ആനയാണ്. ചെറുകുന്ന് അമ്പലം, അന്നപൂർണേശ്വരി ക്ഷേത്രം. ഗോയിങ് ടു ചെറുകുന്ന്. പോയിട്ടൊന്ന് രണ്ടാവശ്യങ്ങളുണ്ട്. എന്താ വിശേഷം? സുഖമല്ല എല്ലാവർക്കും? പോവാ. മരുവായി. സമയം എന്താ അറിയാം? 6:30 മണി. 6:54. ഇവിടെ എനിക്ക് ഇവിടുത്തെ കാണാനുണ്ട്. അപ്പോൾ അതിന് പോകുന്ന ബാഷ്കന്ന് ഒരു ഷവർമ്മൊക്കെ ഉണ്ടല്ലോ, റോൾ ഷവർമ്മ മതി. വണ്ടിയിൽ വന്നിട്ട് പൊടി വാരിയിട്ട് എൻ്റെ മക്കളെ കണ്ണൊക്കെ പോവാ. അവിടെ മതി. റോള് മതി. ഫ്ലൈറ്റ് ഞാനപ്പാ റോള് ഷവർമ്മ, ഒരു ഇളനീർ ഷേക്ക് അബ്ദുള്ള, ഇളനീർ ഷേക്ക് കഴിക്കട്ടെ. ചാപ്പോൾ മതിയടാ. കട ചാർക്കോൾ ഷവർമ്മ 30 ചാർക്കോൾ. മോശമില്ല. തണുത്ത് കുടിക്കാൻ ഒരു ഇത്. നാളെ പ്രോഗ്രാം ഉണ്ട്. സാറല്ല, നാളത്തേക്ക് ശരിയാവും. ചെറുകുന്ന് അമ്പലത്തിൽ ഉത്സവമായി. കറക്റ്റ് ടൈമിൽ ലൈറ്റ് കെട്ടല്ല. കോപ്പർ മുതൽ ചെറുകുന്ന് അമ്പലം വരെ ലൈറ്റ് ഉണ്ട്, ട്യൂബ് കിട്ടും ഇങ്ങനെ. അതുപോലെ ചെറുകുന്ന് തറക്കുന്ന അമ്പലം വരെ ട്യൂബ് ഉണ്ടാവും. ചെറുകുന്ന് കോപ്പറിൽ നിന്ന് ഇങ്ങോട്ട് കയറുമ്പോൾ ലൈറ്റ് ഉണ്ടായിനെ. ഞാൻ ക്യാമറ എടുക്കുമ്പോഴത്തേക്ക് ലൈറ്റ് ഓഫായി. അങ്ങനെ ഞാൻ ചെറുകുന്ന് അമ്പലത്തിൻ്റെ ചിരണ്ടാടെത്തി. എന്താ രസം എന്നറിയാം. ഇങ്ങനെ ഇരിക്കേ, എന്താ സുഖം. ഒറ്റക്ക് നല്ല വൈബാട്ടാ. ഓക്കെ കണ്ട ചെടികളും ഒക്കെ ചെറിൻ്റെ ചുറ്റിലും. വാവ്. ഇനിയുണ്ടല്ലോ ഉത്സവം തുടങ്ങലേന്ന്. അപ്പോൾ ഇനി നല്ല തിരക്കായിരിക്കട്ടെ. ഇവിടെ ഭയങ്കര ആൾക്കാരായിരിക്കും. അറിയാലോ, പറയണ്ടല്ലോ. ഇത്ര പെട്ടെന്നാന്നല്ലേ ഉത്സവമായത്. കഴിഞ്ഞ കൊല്ലത്തെ ഉത്സവം കഴിഞ്ഞ മാസം കഴിഞ്ഞ പോലെ ഉണ്ട് അല്ലേ? എത്ര പെട്ടെന്ന് ആ ദിവസങ്ങളിങ്ങനെ കടന്നു പോകും. അതാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്. ഇത്ര പെട്ടെന്ന് കഴിഞ്ഞ കൊല്ലം, ഇതിൻ്റെ അപ്പുറത്തെ കൊല്ലം. ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല സുഖാട്ടാ. നല്ല കാറ്റും, ഭയങ്കരമായ കാറ്റില്ല എന്നാലും ഇളം കാറ്റിലായിട്ട് നല്ല രസം. ഇവിടെ ആൾക്കാരുണ്ട് കേട്ടോ. അവിടെ എല്ലാ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അവിടെ ഇരിക്കുന്നുണ്ട്. അതുപോലെ ചുറ്റിലും എല്ലായിടത്തും ആൾക്കാർ ഇരിക്കുന്നുണ്ട്. കണ്ടോ, നല്ല വൈവാ, അടിപൊളിയാ. അപ്പോൾ ഉത്സവം തുടങ്ങലായി. നല്ല വൈബാട്ടോ. ഓക്കെ, ചെടിയെല്ലായിട്ട് പൂവുണ്ടോ? കണ്ടോ, അടിപൊളി കണ്ടോ, അടിപൊളിയല്ലേ? വൈകിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ വന്നിരിക്കും. നല്ല സുഖമാണ്. വൈകിട്ടിൻ്റെ രാത്രിയുള്ള ആൾക്കാരുണ്ട് ഇവിടെ. പോയെന്ന് സംഭവം അടിപൊളിയാ. ഫുള്ളോണ് നമ്മളെ വണ്ടി. ഇതാ ചെക്കൻ
ചെറുന്നമ്പലത്തിൽ ലൈറ്റ് ഉണ്ടോ അവിടെ? ചെറുന്നമ്പലത്തിൽ നാളെ മുതൽ ഇന്നെന്നാ ഡേറ്റ് എന്നറിയാം? ഇന്ന് 13, നാളെ 14-ാം തീയതി, ഏപ്രിൽ 13 ഇന്ന്, നാളെ ഏപ്രിൽ 14. നാളെയാണ് ഉത്സവം തുടങ്ങുക കേട്ടോ. 15-ാം തീയതി വിഷു, ഏപ്രിൽ 15-ന് വിഷു. അപ്പോൾ ഏപ്രിൽ 14-ന് ചെറുന്നമ്പലത്തിൽ ഉത്സവം തുടങ്ങും. ഓക്കെ. അപ്പോൾ നാളെ ഇവിടെല്ലാം ആളായിരിക്കും ഫുള്ള്. ഇപ്പോൾ ആളുണ്ട്, പക്ഷെ ഭയങ്കര ആളായിരിക്കും നാളെ. ഇവിടെല്ലാം നല്ല ആളായിരിക്കും നാളെ മുതൽ കുറച്ച് ദിവസം. നമുക്ക് വരാം. വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് ഇനുവിനും കൂട്ടിയിട്ട് വരണം. ഞാൻ കഴിഞ്ഞല്ലോ അതിൻ്റെ പുറത്തൊക്കെല്ലാം ഇനുവിനും കൂട്ടിയിട്ട് വരുന്നുണ്ട്. ആന കുളി കാണാൻ, ആന കുളിപ്പിക്കുന്ന കാണാൻ വേണ്ടി നല്ല രസമാണ്. കുറേ ആൾക്കാരുണ്ടാവും ആന കുളി കാണാൻ വേണ്ടി. മുമ്പുണ്ടല്ലോ ഇവിടുത്തെ ഈ ചെറിയെന്നാണ് കുളിപ്പിക്കൽ ആന. മുമ്പ് ഈ ചെറിയ കൊണ്ടൊന്ന് കുളിപ്പിക്കുക. അപ്പോൾ ഇങ്ങനെ സെറ്റപ്പില്ല, ജസ്റ്റ് വലിയൊരു ചിറ മാത്രമേ ഉള്ളൂ. ഈ സൈഡിലൊന്നും ഇങ്ങനെ ഇൻ്റർലോക്കൊന്നും ഇട്ട് ചെടിയൊന്നും ഇട്ടിട്ട് ഇങ്ങനെ ചെടിയൊന്നും വെച്ച് സെറ്റാക്കിയിട്ടില്ല. ഇപ്പോൾ കുറച്ച് വർഷമായിട്ടുള്ളൂ ഇങ്ങനെ സെറ്റാക്കിയിട്ട്. ഇപ്പോൾ അടിപൊളി വൈബാണ്. കണ്ടോ ഫുള്ള് ചുറ്റിലും ഇതേ സെറ്റപ്പാണ്. ഇരിക്കേണ്ട സീറ്റും ലൈറ്റൊക്കെ ആയിട്ട് ഇതേ സെറ്റപ്പാണ്. അപ്പോൾ മുമ്പ് ഈ ചെറിയെന്ന് കുളിപ്പിക്കൽ. അപ്പോൾ ഇപ്പോൾ കുറച്ച് വർഷമായിട്ട് ചെറിയെന്ന് കുളിപ്പിക്കലില്ല. സംഭവിച്ചാൽ വെയിലിൻ്റെ ചൂട് കൊണ്ട് വെള്ളം ചൂടായിരിക്കുമല്ലോ. വൈകുന്നേരം ഒരു 2:30-ക്ക് ശേഷം, അതായത് 3 മണിക്ക് ശേഷമാണ് കുളിപ്പിക്കുക വൈകിട്ട്. അപ്പോൾ ആ സമയത്ത് വെള്ളം ചൂടായത് കൊണ്ടാണെന്ന് ഞാൻ അറിഞ്ഞത്. ഇന്ന് വേറെ കുറച്ച് ആൾക്കാർ എന്നോട് അങ്ങനെ പറഞ്ഞത്. വെള്ളം ചൂടാകുമ്പോൾ ആനക്ക് ഇതാകുന്നതുകൊണ്ടാണ് അങ്ങനെ കുളിപ്പിക്കാത്തതെന്ന് ഞാൻ അറിഞ്ഞത്. അതിന് വേറെ എന്തോ കാര്യമുണ്ടോയെന്ന് അറിയില്ല. അങ്ങനെയാണ് അറിഞ്ഞത് കേട്ടോ. ശരിയായിരിക്കും, വെയിലിൻ്റെ ചൂടല്ലേ. ഈ ഏപ്രിൽ മാസം ഭയങ്കര ചൂടല്ലേ. ഇപ്പം ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് പൈപ്പും വെള്ളം അടിച്ചിട്ട് ഇപ്പോൾ അപ്പുറത്താണ് കുളിപ്പിക്കൽ. അപ്പുറം ആന കെട്ടുന്ന സ്ഥലമുണ്ട്. 3-4 ആന ഉണ്ടാവും. ആന കെട്ടുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടുത്തെ വീട്ടിൽ നിന്ന്, ആ കെട്ടുന്നിടത്തുള്ള വീട്ടിൽ നിന്നാണ് പൈപ്പോട് ഇങ്ങനെ വെള്ളം അടിച്ചിട്ട് കുളിപ്പിക്കൽ. അത് നല്ല രസമാണ്. കഴിഞ്ഞൊല്ലും അതിൻ്റെ പുറത്തെ പോലെല്ലാം ഞാൻ ഇനുവിനും കൂട്ടിയിട്ട് കാണാൻ വന്നതിന് പണ്ടേ വരുത്തുണ്ട്. പിന്നെ വേറൊരു കാര്യം അറിയാം, ഞാനിവിടെ ചെറുന്ന് 6-7 കൊല്ലം താമസിച്ചിന്. അപ്പോൾ ഉത്സവം എന്ന് പറഞ്ഞാൽ ചെറുന്നമ്പലത്തിൽ ഉത്സവം ആവാൻ കാത്തു നിൽക്കും. ഭയങ്കര രസമല്ലേ. അപ്പോൾ പണ്ടേ വരുത്തുണ്ട് ഇടാം. ശരിക്കും പറഞ്ഞാൽ ഇവിടെ തന്നെ ഉത്സവത്തിൻ്റെ സമയത്ത് ഇവിടെ തന്നെ ഉണ്ടാവില്ല. ചെറുപ്പത്തിൽ മുമ്പേ ഇവിടെ തന്നെ ഉണ്ടാവുക. വെടിക്കെട്ടും ചന്തയും വേറെ വൈവ്. അപ്പോൾ കഴിഞ്ഞൊല്ലം അതിൻ്റെ അപ്പുറത്തെ കൊല്ലം ഇനുവിനും കൂട്ടിയിട്ട് ആന കുളിപ്പിക്കുന്നത് കാണാൻ വന്നേ. അപ്പുറത്തെ ആ വീട്ടിൽ ഞാൻ പറഞ്ഞില്ല, അങ്ങോട്ടുള്ള ആന കെട്ടുന്നിടത്തുള്ള വീട്ടിൽ നിന്ന് പൈപ്പ് അടിച്ച് ഇങ്ങനെ കുളിപ്പിക്കലാണ്. അപ്പോൾ നാളെ വൈകിട്ട്, നാളെ മറ്റന്നാളായിട്ട് ഇനുവിനും കൂട്ടിയിട്ട് വരാം. നമ്മളുടെ സ്കൂട്ടിയിലേ ഇനുവിനും എടുത്തിട്ട് ഇങ്ങനെ വന്നിട്ട് കുളിക്കുന്നത് കാണാം. പിള്ളേർക്കെല്ലാം ഭയങ്കര സന്തോഷമല്ലേ ആന കുളിയെല്ലാം കാണാൻ. വരാട്ടോ. ഓക്കെ. പിന്നെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ പിന്നെ നല്ല ആളായിരിക്കും. ഇവിടെ ചെറിയെന്ന് പണ്ട് കുളിപ്പിക്കുന്നത് കാണാൻ വേറെ തന്നെ രസമാട്ടോ. സംഭവം വെച്ചാൽ ഈ പടയില്ലേ, ഞാൻ കാണിച്ചു തരാം. പട ആന അപ്പുറത്തുനിന്ന് കൊണ്ടുവരും ഇങ്ങോട്ടേക്ക് നടത്തിച്ചിട്ട് കൊണ്ടുവന്നിട്ട് ഈ പടയിലിങ്ങനെ ഇറങ്ങിയിട്ട് ഇതുണ്ടോ അങ്ങോട്ട് ഇറങ്ങിയിട്ട് അവിടുന്ന് വെള്ളത്തിൽ കിടക്കും. എന്നിട്ട് ചേരീനെ കൊണ്ട് പാപ്പാനിങ്ങനെ ചേരിയിട്ട് ഉരച്ച് കുളിപ്പിക്കും. മുമ്പെല്ലാം അപ്പുറ സൈഡിൽ നിന്ന് ആ ഭാഗത്തു നിന്നെല്ലാം കുളിപ്പിക്കില്ല. കണ്ടോ അങ്ങ് അപ്പുറ സൈഡിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് കുളിപ്പിക്കലുണ്ട്. കാണാൻ ഒരുപാട് ടീംസ് ഉണ്ടാവും. പോകുന്നവരെല്ലാം വണ്ടി നിർത്തിയിട്ട് ആന കുളി കാണും. അടിപൊളിയാണ്. പോവാം നമുക്ക് ഇടുന്ന്. നമുക്ക് നാളെ ഇങ്ങോട്ട് വരാം. അല്ല ചെറുന്നമ്പലത്തിൻ്റെ ഇതുണ്ടോ, നമുക്ക് വെറുതെ ഒന്ന് അങ്ങോട്ട് പോകാമല്ലേ. ചന്തെല്ലാം കെട്ടുന്നു കേട്ടോ. ഇവിടെല്ലാം ചന്തെല്ലാം കെട്ടിയാണ്. അവിടെല്ലാം കെട്ടി, ഇവിടെല്ലാം കെട്ടുന്നു. ട്യൂബെല്ലാം കെട്ടി സെറ്റാക്കുന്നുണ്ട്. ഭയങ്കര രസമാണ് കേട്ടോ. സൈഡെല്ലാം കെട്ടിയിട്ട് ഇതിപ്പം കെട്ടിയാന്ന് തോന്നിട്ട്. ഈ സൈഡ് കെട്ടിയിട്ടുണ്ടായി യെല്ലോ കളറിൽ. അതിപ്പം കെട്ടിയാന്ന് തോന്നുന്നു. ചെറുന്നമ്പലം അന്നപൂർണേശ്വരി ക്ഷേത്രം. ചന്തൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. കമ്മല് ഇവിടെയുള്ള ചന്ത വരാനുണ്ട്. ഈ വലത് ഭാഗത്ത് ഇവിടെ നിന്നാണ് കരിമരുന്ന് പ്രയോഗം. ഇതിൻ്റെ വലത് ഭാഗത്തുനിന്ന് ഇവിടുന്ന് നിങ്ങളെല്ലാം അറിയാമായിരിക്കും. ഇവിടെല്ലാം കംപ്ലീറ്റ് ചന്തയായിരിക്കും. ഇതിലപ്പുറം ഫുള്ള്
ചന്തയാണ്. കണ്ടാ കെട്ടിയിട്ടുണ്ട് കേട്ടോ, കുറേ കെട്ടിയതാക്കും. ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്കെല്ലാം അറിയുന്നതാണ്. ഞാൻ ഇന്ന് ജസ്റ്റ് വെറുതെ പറഞ്ഞതാ, ഇതുവഴി വരുന്നതല്ലേ, ഇതുവഴി വരുമ്പോൾ അങ്ങനെ പറഞ്ഞതാ. സംജോ മനസ്സിലായോ? മനസ്സിലായോ മനസ്സിലായോ? ഇവിടെ ഉള്ള ചന്തയായിരിക്കും, പക്ഷെ ഇന്ന് ഇവിടെ ചന്ത ആയിട്ടില്ല. റെഡിയാണത്ര ചന്ത റെഡി ആയിട്ടില്ല. റെഡിയാകുന്നുണ്ട് കേട്ടോ സൈഡിലെല്ലാം. ഇതെല്ലാം ഇവിടുത്തെല്ലാം നമുക്ക് നാളെ കാണാം. ഓക്കെ, ബാക്കി വിശേഷങ്ങൾ നാളെ. ഇതാ ചന്ത കിട്ടുന്നുണ്ടോ? ഫുള്ള് ലൈറ്റൊക്കെ ആയിട്ട് ഇവിടെ ലൈറ്റെല്ലാം സെറ്റാക്കുന്ന ഇത്ര കേട്ടോ. റോഡ് സൈഡിൽ ഇത് ചെറുതും തറക്കേക്ക് വന്ന റൂട്ട് ലൈറ്റെല്ലാം സെറ്റാകുന്ന കേട്ടോ. ലൈറ്റെല്ലാം സെറ്റാക്കിയാൽ ഭയങ്കര വൈബാണ്. ഇതെല്ലാം ചന്ത കെട്ടുന്നു. നമുക്ക് നാളെ കാണാം, നാളത്തെ വിശേഷം കാണാം കേട്ടോ. ആന കെട്ടുന്നിടത്ത് പോട്ടെ, ആനയെ കെട്ടുന്ന സ്ഥലത്ത് പോകട്ടെ. ആന എത്തിയാമോ ഒന്ന് അങ്ങ് ആ വീട്ടിൽ കെട്ടലുണ്ട്. പിന്നെ ഒന്ന് ഒരു 2-3 ആനനെ ഇവിടെ കെട്ടും. എത്തിയാമോ നോക്കട്ടെ. ഇല്ല, ആന വരണത്രേ. ഇതിവിടെ ആനനെ കെട്ടുന്ന സ്ഥലം. ഇവിടെ 2 ആന ഉണ്ടാവും. ഇതിവിടെ കണ്ടോ, ഈ പറമ്പിൽ 2 ആന ഉണ്ടാവും. ഇവിടെയും ആന ഉണ്ടാവും. ഇവിടെ ആനനെ കെട്ടും, എന്നിട്ട് ഇവിടുന്ന് കുളിപ്പിക്കും. ഇവിടെ 1-2 ആന ഉണ്ടാവും. പക്ഷെ ഇല്ല, ആന എത്തണത്രേ. അപ്പോൾ നാളെ വരും കേട്ടോ ആന. നാളെ രാവിലെ തന്നെ എത്തുമായിരിക്കും. അപ്പോൾ ആന വിളിയെല്ലാം കാണാൻ പോട്ടോ. ഇവിടെ ഉണ്ടാവും. അത് ചെറുകുന്ന അമ്പലത്തിൻ്റെ ബാക്ക് സൈഡ്, ബാക്ക് വശം കണ്ടോ. പിന്നെ ഇതുണ്ടോ, ഇതിൻ്റെ ബാക്കിലും ഉണ്ടാവും. ഇതിൻ്റെ ബാക്കിൽ പണ്ടേ കെട്ടുന്ന സ്ഥലം. ഒരു 2-3 ആന ഉണ്ടാവും ഇവിടെ. 2 ആന ഉണ്ടാവും. യെസ്, ഇവിടെ കണ്ടോ, ഈ സ്ഥലത്ത് 2 ആന ഉണ്ടാവും. പിന്നെ അങ്ങനൊരു വീട് ഞാൻ വരുമ്പം കാണിച്ചു തന്നിട്ടില്ലേ, ആ വീട്ടിലും ഉണ്ടാവും. ആ വീട്ടിലൊരാനെ, വീട്ടിൻ്റെ സൈഡിലൊരാനെ കെട്ടലുണ്ട്. കഴിഞ്ഞ ആടെ പോയിട്ട് ആന വിളിക്കുന്നുണ്ട്. അങ്ങാടെ ഒരു പഴയ തറവാടാണ് അവിടെ ഉണ്ടായിട്ടുണ്ട്. എവിടെ അറിയാം എന്താ ആ വീട് കണ്ടോ, അങ്ങൊരു ഓടിട്ട് പഴയ തറവാട് ഉണ്ടോ, പഴയ അവിടെ ഉണ്ടാവും. അതായത് ഏപ്രിൽ 14 ദിവസം ഉണ്ടാവും കേട്ടോ ആന. നമ്മളെ കോപ്പുറത്തേക്കുള്ള വഴി ഞാൻ വരുമ്പോൾ ലൈറ്റ് ഓഫ് ആയിട്ടില്ലേ, ഏതാ ലൈറ്റ് ഓണായി. അപ്പോൾ ലൈറ്റിൽ ഇങ്ങനെ കൊടുത്ത് സെറ്റാക്കുന്നത്രേ. അല്ല ഓണ് ഞാൻ ആനനെ കാണിച്ചിട്ടെ നിങ്ങൾക്ക്. ഇത് നമ്മളെ ചങ്ങായിൻ്റെ ആനയെ ഇപ്പോൾ താർപ്പായിട്ട് പൊത്തിയിട്ടേ ഉള്ളത് ആന. ഇതാ കണ്ടോ, ഇത് ആനയാണ്. കാണുന്നുണ്ടെന്നാ ഈ നീല കളർ താർപ്പായിട്ടിട്ടുണ്ട്. കറുത്ത കളറാണ്. ഇതാ തുമ്പിക്കൈ ഉണ്ടോ, കൊമ്പും തുമ്പിക്കൈയല്ലോ. ഇതാ നമ്മളെ ചങ്ങായിൻ്റെ ആനയാണ്. ഓനുണ്ടാക്കിയതോ കണ്ടോ, ഓനുണ്ടാക്കിയ ആനയാണ്. ഉണ്ടാക്കിയ ആന. ഞാൻ പകലാൻ ചേരട്ടെ ആന. ആ ഷീറ്റ് മാറ്റിയിട്ട് കാണിക്കണം. ഞാൻ പകലാൻ ചേരാം. ഓൻ നേരത്തെ ഇവിടെ ഉണ്ടായിനി. ഞാൻ നേരത്തെ ഇവിടെ വൈകുന്നേരം വന്നേരോ. ഞാൻ ഇവിടെ വൈകുന്നേരം വന്നിട്ടുണ്ടായി. വൈകുന്നേരം വന്നേരം ഓനവിടെ ഉണ്ടായി. ഓനും പ്രസാദും ഉണ്ടായി. അത് നാളെ ഞാൻ പകൽ വരാം. പകൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കാണിച്ചു തരൂ